So, Bet and Arnold got down at Parkinsville Railroad Station. Then they took a taxi cab to the Parkins State Hospital. സോ അത് കഴിഞ്ഞ് ഇവരൊരു ടാക്സി വിളിച്ച് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഹോസ്പിറ്റലിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, പാർക്കിൻസ് സ്റ്റേറ്റ് ഹോസ്പിറ്റൽ. Then the driver said he had been there many times. Then Bet asked him not to go away after dropping them, but wait for her so that she could take her back to the railroad station. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഡ്രൈവറോട് പറയുന്നുണ്ട്, ബെറ്റ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്നല്ല പറയുന്നത്, എനിക്ക് തിരിച്ചു വരാനുള്ളതാണ്, അതുകൊണ്ട് ഈ കാറിൽ തന്നെ ഞാൻ വരുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നു. സോ അതിൻ്റെ അർത്ഥം അർണോൾഡിനെ അവിടെ വിട്ടിട്ട് പോരുകയാണ്. അർണോൾഡ് വാണ്ടഡ് എ പീനട്ട് ബട്ടർ കുക്കി. ഷീ ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. അപ്പോൾ അർണോൾഡ് ആ നേരത്തെ ഒരു പീനട്ട് ബട്ടർ കുക്കി ചോദിക്കുകയാണ്. അപ്പോൾ ഈ ബെറ്റിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കൊടുക്കണേന്ന് ആലോചിക്കുകയാണ്. If she gave him the cookie, he would get it all over his face and dress. Then the hospital people would think he was ordinary and unattractive. Then she wanted them to see him small and neat, but it would be terrible if he went into one of his tantrums. Then she gave him a small piece and he ate it. സോ ഇവള് കൊടുക്കണോ വേണ്ടേന്ന് ആലോചിച്ച് നിൽക്കുന്നു. ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഡ്രസ്സിൽ മൊത്തം വെച്ച് തേക്കും, അപ്പം നീറ്റായിരിക്കില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആളുകൾ വിചാരിക്കും ഇത് എന്തൊരു കുട്ടിയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇവളുടെ ഏതൊരു അമ്മയ്ക്കും കുട്ടികൾ നന്നായി ഇരിക്കണം, അതുപോലെ തന്നെ നല്ല വൃത്തിയിൽ കാണണം എന്നാണല്ലോ ആഗ്രഹം വരുന്നത്. അതുപോലെ തന്നെ ബെറ്റിനും ആഗ്രഹം ഉണ്ടായിരുന്നു, അവർ ഹോസ്പിറ്റലിലുള്ളവർ പിന്നെ നല്ല നീറ്റായിട്ട് കാണണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ കുക്കി എങ്ങാനും കൊടുത്തില്ലെങ്കിൽ ഇവൻ എന്ത് ചെയ്യും, ഇവൻ്റെ ടാൻട്രംസ് തുടങ്ങും, അതായത് ഇവൻ്റെ പ്രശ്നം ഉണ്ടാക്കൽ തുടങ്ങും. സോ ഇവളെന്ത് ചെയ്യാണ്, ഒരു ചെറിയ കഷ്ണം പൊട്ടിച്ചിട്ട് ഇവന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവനത് തിന്നുന്നു. Then they reached the hospital. Then she asked the driver to wait as she would soon return. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തി ഡ്രൈവറോട് പറയാണ് ഇവിടെ നിൽക്കുക, ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരും. Then she took the suitcase and with Arnold she went to the admitting office. Then അർണോൾഡിന് അതുപോലെ തന്നെ സ്യൂട്ട് ഒക്കെ ആയിട്ട് അഡ്മിറ്റിംഗ് ഓഫീസിലോട്ട് ചെല്ലുകയാണ്. A lady there showed her what papers to sign. അപ്പോൾ ഒരു ലേഡി അവിടെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ ആൾ സൈൻ ചെയ്യേണ്ട പേപ്പേഴ്സൊക്കെ കാണിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. Then secretaries were busy with their typewriters. Then she thought Arnold might like it, but he was looking at the lights. Then a flat-fronted nurse came and took them to the room where Arnold would stay. അപ്പോൾ ഈ സമയത്ത് നോക്കിയപ്പോൾ അവിടുത്തെ ക്ലർക്കുമാർ, അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ടൈപ്പ് റൈറ്ററുകൾ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. സോ ബെറ്റ് വിചാരിച്ചു അർണോൾഡ് ഇതൊക്കെ നോക്കി എൻജോയ് ചെയ്യുന്നുണ്ടാവുന്നു. പക്ഷെ അർണോൾഡ് അതൊന്നും നോക്കുന്നില്ല, അവൻ ഈ ലൈറ്റ്സിനെ മാത്രമേ നോക്കുന്നുള്ളൂ. ദെൻ ആ സമയത്ത് ഒരു ലേഡി വരികയാണ്, ഫ്ലാറ്റ് ഫ്രണ്ടഡ് നേഴ്സ് ആണത്. അത് വരുന്നു, അത് വന്നിട്ട് എന്താണ് ഇവരുടെ സാധനങ്ങളും അതുപോലെ തന്നെ അർണോൾഡിനെയൊക്കെ ആയിട്ട് റൂമിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു. The nurse unlocked a double door. നഴ്സ് ഒരു ഡബിൾ ഡോർ തുറക്കുന്നു. They walked through the corridor. They passed several fat women. Then the nurse led them into a big hallway. It was lined with little white coats. Then there was no child there. The nurse showed a bed and told Arnold it would be his. Then Bet laid the suitcase on it. Arnold was moving back and forth to hear how his new sneakers squeaked on the linoleum. സോ ഈ ടൈമിൽ നേഴ്സ് ഡോർ തുറന്നു, അവരൊരു കോറിഡോറിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ഈ സമയത്ത് പല ഫാറ്റ് വിമണ് അവരുടെ ഇടയിലൂടെയൊക്കെയാണ് ഇവർ കടന്നു പോകുന്നത്, തടിച്ചിട്ടുള്ള സ്ത്രീകളുടെ ഇടയിലൂടെ. നേഴ്സ് അവരെ ഒരു ഹോൾവേ, അതായത് വലിയൊരു ഹോളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ കുറേ വെള്ള കട്ടിലുകൾ, വൈറ്റ് കോട്ട്സ്, വെള്ള കട്ടിലുകൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലിലെ കട്ടിലുകളൊക്കെ അങ്ങനെ വൈറ്റ് പെയിൻ്റ് അടിച്ച് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. സോ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, ഒരു കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കട്ടിൽ ചൂണ്ടി കാണിച്ചിട്ട്
നേഴ്സ് പറയാണ് ഇനി ഇത് അർണോൾഡിൻ്റെ ആണ് എന്ന്. സോ ബെറ്റ് എന്ത് ചെയ്യുന്നു, ആ സ്യൂട്ട് കേസ് അതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അർണോൾഡ് ഇതൊന്നും കേൾക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൻ്റെ ശ്രദ്ധ മൊത്തം എങ്ങോട്ടാണ്, അവൻ്റെ പുതിയ ഇതിൻ്റെ മുകളിലേക്കാണ്, ചെരുപ്പ്. അതിങ്ങനെ ലിനോളിയം, അതായത് ആ ഇങ്ങനെ ഉരസുമ്പോൾ ഒരു സൗണ്ട് വരുമല്ലോ, നമ്മൾ നിലത്ത് ഇങ്ങനെ ചെരുപ്പ് കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ വരുന്ന ഒരു ഒച്ച, ആ ഒരു ഒച്ച കേൾക്കാനായിരുന്നു അർണോൾഡിന് ഇഷ്ടം. അപ്പോൾ അവൻ ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ കാലിങ്ങനെ വെച്ച് നീക്കിയിട്ട് ആ സൗണ്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. The nurse told Bet and only after 6 months family visits would be allowed. അപ്പോൾ നേഴ്സ് ബെറ്റിനോട് പറയാൻ ഇനി 6 മാസം കഴിഞ്ഞിട്ട് ഫാമിലി വിസിറ്റ്സ് പറ്റുള്ളൂ, അതിൻ്റെ ഇടയിലൊന്നും വന്ന് കാണാൻ പറ്റും സമ്മതിക്കില്ല. Then she asked Bet to say goodbye to Arnold. Then Bet set her hand on Arnold's shoulder. Then she laid her face against his hair, but he was still pivoting on his sneakers. Then Bet then told the nurse that she has bought a special blanket for him. The nurse said he would be given that. Then Bet said he would like to sleep with it as he has been since he was small. സോ ബെറ്റ് നേഴ്സിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. അപ്പം നേഴ്സ് 6 മാസം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ബെറ്റിനോട് പറയാണ് ഗുഡ് ബൈ പറഞ്ഞോളൂ, അർണോൾഡിനോട് യാത്ര പറഞ്ഞോളൂ, എന്നിട്ട് പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ബെറ്റ് മോൻ്റെ തോളിൽ കൈയൊക്കെ വെച്ച് മുടിയിലൊക്കെ അമർത്തി അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവൻ ഇപ്പോഴും അവൻ്റെ ചെരുപ്പിൻ്റെ മുകളിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ദെൻ നേഴ്സിനോട് ബെറ്റ് പറയുന്നുണ്ട് അവന് വേണ്ടി ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് പുതപ്പ് കൊടുത്തിട്ടുണ്ടെന്ന്. ദെൻ അവൻ ചെറുപ്പം മുതലേ ഉറങ്ങുന്ന പുതപ്പാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേഴ്സ് പറഞ്ഞു ഓക്കെ എന്നാൽ അത് അവന് കൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു. ദെൻ പിന്നെ അമ്മ പറയുന്നുണ്ട് ഷീ ടോൾഡ് ദ നേഴ്സ് നോട്ട് ടു വാഷ് ഇറ്റ് ആസ് അർണോൾഡ് ഹേറ്റ്സ് വാഷിങ് ഇറ്റ്. അപ്പോൾ പറയുന്നുണ്ട് അതൊരിക്കലും കഴുകിയാൽ അവനത് ഇഷ്ടമില്ല. ദ നേഴ്സ് ആസ്ക്ഡ് അർണോൾഡ് ടു സേ ഗുഡ് ബൈ ടു ഹിസ് മം. അപ്പോൾ നേഴ്സ് അർണോൾഡിനോട് പറയണ അമ്മോട് ഗുഡ് ബൈ പറഞ്ഞോളൂ, യാത്ര പറഞ്ഞോളൂ. ബട്ട് ലെഫ്റ്റ് ദ വാർഡ് വിത്ത് ദ നേഴ്സ് ആൻഡ് വെൻറ്റ് ടു ദ കോറിഡോർ. Then as the nurse was unlocking the door for her, she heard a single terrible scream. The nurse patted Beth's shoulder and led her through. സോ ഇവള് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി, വാർഡിൽ നിന്ന് ഇറങ്ങി കോറിഡോറിലൂടെ തിരിച്ചു പോവാണ്. ഈ സമയത്ത് നേഴ്സ് ഇങ്ങനെ ഡോറ് അൺലോക്ക് ചെയ്ത് ഇങ്ങനെ കിടക്കുന്ന ടൈമിൽ ഒരു കരച്ചിൽ, ഒരു സ്ക്രീം, ഒരൊച്ച കേൾക്കുകയാണ്. അപ്പോൾ ആ ഒച്ച കേൾക്കുമ്പോൾ നേഴ്സ് ബെറ്റിൻ്റെ തോളിൽ തട്ടിയിട്ട് അവളോട് പറയാണ് കുഴപ്പമൊന്നുമില്ല നടന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവളെ മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. Then Bet told the taxi driver to hurry as she has only 15 minutes to get the station. Then Bet ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ്. ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് ടാക്സിയിൽ കയറിയിട്ട് പറയുന്നുണ്ട് വേഗം പോകണം, 15 മിനിറ്റ് ടൈമുള്ളൂ എന്ന്. അതായത് 15 മിനിറ്റിനുള്ളിൽ ട്രെയിൻ വരുമെന്നാണ് ഉദ്ദേശിച്ചത്. Tears were streaming from her eyes. After reaching the station, she went to the ticket window. The man at the counter said the train was late by 20 minutes. She was unhappy and she was all swollen-eyed and wet-cheeked. She said she didn't want to sit and wait at the station. സോ 15 മിനിറ്റ് ട്രെയിൻ വരാനുള്ളൂ എന്ന് വെച്ചിട്ടാണ് സ്റ്റേഷനിൽ പോയത്. പിന്നെ അവൾ കരഞ്ഞൊരു ഇതായിട്ടുണ്ടായിരുന്നു. ദെൻ ടിക്കറ്റ് വിൻഡോയുടെ അവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് 20 മിനിറ്റ്സ് ലേറ്റാണ് ട്രെയിൻ എന്ന്. അപ്പോൾ അവൾ ഭയങ്കര അൺഹാപ്പിയാണ്. ദെൻ അവൾ കരഞ്ഞ് കണ്ണെല്ലാം ഒരു ഇതായിരുന്നു, ചീക്കൊക്കെ വെറ്റായിരുന്നു. ദെൻ അവൾ പറയുന്നുണ്ട് എനിക്ക് കാത്തു നിൽക്കാനൊന്നും അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത്. കാരണം അവിടെ നിൽക്കും തോറും അവൾക്ക് ബുദ്ധിമുട്ടാണ്, കാരണം മോനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നതാണല്ലോ. ഷീ വെൻറ്റ് ടു എ ബെഞ്ച് ആൻഡ് സാറ്റ് ഡൗൺ. അവളൊരു ബെഞ്ചിൻ്റെ അവിടെ ദൂരേക്ക് മാറിയിട്ട് ഒരു ബെഞ്ചിൻ്റെ അവിടെ പോയി ഇരിക്കുകയാണ്. ദർ വർ ലാഡേഴ്സ് ആൻഡ് സ്കാഫോൾഡിങ് എബോവ് ഹെർ ഹെഡ്.
അപ്പം മുകളിൽ ഈ പണിയാനായിട്ടുള്ള കോണികളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഓൺലി സം 12 passengers were there in the station. ആകെ 12 പേരെ അവിടെ ഉള്ളൂ. The place looked bombed out. She asked herself, what am I going to do for 20 minutes? അപ്പോൾ അവിടെ ആകെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ പൊട്ടിയ സാധനങ്ങളും സ്റ്റേഷനിൽ പണി നടക്കുന്ന പോലെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു സ്റ്റേഷനിൽ ആരോ ബോംബ് വെച്ച പ്രതീതിയാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ അവളിങ്ങനെ ആലോചിക്കുകയാണ്, ഇനി 20 മിനിറ്റ് ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. Then she saw some grey-suited men arriving with briefcases, more men behind them in work clothes, carrying folding chairs, then black trunk-like boxes with silver hinges, then microphones, a wooden lectern, and an armload of bunding. ദെൻ ഈ സമയത്ത് അവളിങ്ങനെ ഒരു എന്താണ് ഗ്രേ കളറ് സ്യൂട്ടിട്ടുള്ള ചിലർ ഇങ്ങനെ ബ്രീഫ് കേസസ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് പുറകിലായിട്ട് ജോലിക്കുള്ള വസ്ത്രം ധരിച്ച കുറേ പേര്, കുറേ കസേര, പെട്ടി, സാധനങ്ങൾ, അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ദെൻ they set the lecterns down just 6 feet from bed. Then they draped the place, connected the wires, and gave the microphones to a person asking him to try it. Then he said the old railway station was getting expanded and he would take about 20 minutes of the people times. അപ്പോൾ ഈ ബെറ്റിരിക്കുന്നതിൻ്റെ ഒരു 6 അടി 6 ഫീറ്റ് ദൂരത്താണ് കുറേ ഈ ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത്. റീഡിങ് സ്റ്റാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ അവർ കൊണ്ടുവന്ന തുണിയൊക്കെ വിരിച്ച് വൃത്തിയാക്കുകയൊക്കെ ചെയ്തു. Then Bet blew her nose and wiped her tears. They were putting on a private play. From now on, all the world was going to be a stage. Then she would sit back and watch. അപ്പോൾ ഇവർ ഈ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇവരവിടെ ഒരു പ്ലേ നടത്താനായിട്ട് പോവുകയാണ്. അവർ വയറുകളെല്ലാം കണക്ട് ചെയ്തു. ദെൻ കണക്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി. അപ്പോൾ അവളെ മൂക്കും അതുപോലെ തന്നെ കണ്ണുനീരും എല്ലാം തുടച്ചു. ദെൻ അവർ മൈക്രോഫോൺ കണക്ട് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ സെറ്റിങ്സ് നടത്തുകയാണ്. അയാൾ പറഞ്ഞു 20 മിനിറ്റ് സമയം അവർക്ക് വേണം, കാരണം അവരൊരു ചെറിയ ഡ്രാമ നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇവള് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ 20 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് സെയിം ടൈമിലാണ് ഈ ഡ്രാമ നടത്തുന്ന ആളുകൾ വന്നിട്ട് പറയുന്നത്, ഞങ്ങൾക്കൊരു 20 മിനിറ്റ് വേണം, ഞങ്ങളൊരു ഡ്രാമ നടത്താൻ പോവുകയാണ്. സോ ഇതോട് കൂടിയിട്ട് ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ക്വസ്റ്റ്യൻസ്, എൻഡിങ് ഓഫ് ദി സ്റ്റോറി. ഇപ്പോൾ ഈ ഡ്രാമയാണ് എൻഡിങ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് അൾനോഡിൻ്റെ ക്യാരക്ടർ, മെൻ്റലി ഹാൻഡിക്യാപ്റ്റഡ് സണ്ണാണ് ബെറ്റിൻ്റെ. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞതാണ് ടൈറ്റിൽ, അത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു എന്താണ് ഈ ആവറേജ് വ്യൂവേഴ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ ഫെമിനിസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഇതൊക്കെയാണ് ഇതിൽ തീംസ് ആയിട്ട് വരുന്നത്. സോ ഇത്രയാണ് ഈ ആവറേജ് വ്യൂവേഴ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് എന്നുള്ള സ്റ്റോറിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഫെമിനിസം, ഐഡൻറ്റിറ്റി ക്രൈസിസ്, പിന്നെ മെൻ്റലി ഇല്ലായ ഒരു കുട്ടിയുടെ അവസ്ഥ, ആ കുട്ടിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അവരുടെ പാരൻറ്റിന് ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. താങ്ക് യു.